ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചോക്ലേറ്റ് ബ്രൗണിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സിയിൽ തന്നെയാണ് ഈ ഒരു ബ്രൗണി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പലരുടെ ഇതായിരിക്കും നമ്മൾ പുറത്തൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പ രീതിയിലാണ് ഈ വീഡിയോ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൗണി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ ഒട്ടും നനവില്ലാത്തൊരു പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ ഞാൻ ഇവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ബട്ടറാണ് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കണം. കാരണം നമ്മൾ തീ കുറച്ച് വെച്ച് ഒരു പാത്രത്തിൽ വെള്ളം വച്ച ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് ഇതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ച് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടില്ല. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമ്മളതിനെ മെൽറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ട് ഇതുപോലെ നല്ല രീതിക്ക് മെൽറ്റാക്കി എടുക്കണം. ഇനി ഇതൊരു തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചോക്ലേറ്റൊക്കെ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. അത് ചേർത്ത് കൊടുക്കാം. അടുത്തതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു 3 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ മുട്ട പതപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതിവിടെ ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ 200 ml കപ്പിൽ 1 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ കൂടാൻ പാടില്ല. കാരണം ഇത് കേക്കിനാണെങ്കിൽ നമ്മൾ 1 സ്പൂൺ ചേർക്കുന്നത്, ഇതിന് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ ഇത് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തത്. ഇനി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇത് 2-3 പ്രാവശ്യം ഒന്നും അരിച്ചെടുക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ അരിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം 2-3 പ്രാവശ്യം ഒന്ന് അരിക്കണം. ഇതിന് നമുക്ക് ഒരിക്കൽ മാത്രം അരിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇത്തിരി വലിയ പാത്രം നോക്കി എടുക്കണം. ഇത് നമുക്ക് ചെറിയ പാത്രമായിട്ട് അത് മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ ഒരു വലിയ ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ നമ്മളത് പുറത്തൊക്കെ കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഈ ഒരു കൂട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രൗണിയാണ്. ആരും ഇനി ബ്രൗണി തയ്യാറാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ആരും പേടിക്കേണ്ട കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഓവണും ബീറ്ററും ഒന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഇത് കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ഇത് തയ്യാറാക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാനും പറ്റുള്ളൂ. നിങ്ങൾ ഈ അളവിലാണ് ബ്രൗണി തയ്യാറാക്കുന്നതെങ്കിൽ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടെ ഹൈറ്റ് കിട്ടും. അപ്പം ഞാൻ ഇവിടെ 7 ഇഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ഹൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഇത് 7 ഇഞ്ച് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല കട്ടിയുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് എല്ലാം ഒന്ന് ഇട്ടിട്ട് ഒരു സ്പൂണുണ്ടോ എന്തെങ്കിലും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇത് നമ്മൾ ലെവലാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് എല്ലാ ഭാഗത്തൊന്നും, നമുക്ക് കേക്കിൻ്റെ ബാറ്റർ പോലെ അല്ലല്ലോ, ഇതൊന്നും നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് എല്ലാ ഭാഗത്തൊന്നും കിട്ടുള്ളൂ. അതിനുശേഷം 10 മിനിറ്റ് ചൂടാക്കിയ അലുമിനിയം പാത്രത്തിൽ ഞാൻ ഇവിടെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ആദ്യം മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യുക. അതിനുശേഷം തീ നല്ലതുപോലെ കുറച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ചും കൂടി ബേക്ക് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിക്കോണം, ഇടയ്ക്ക് ഒന്ന് കുത്തി നോക്കണം വെന്തിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ വയ്ക്കണം കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് കുത്തി നോക്കണം. അത് നമുക്ക് ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ വച്ച് നോക്കാം കേട്ടോ.
അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് ഈ ഒരു ബ്രൗണി ഇറക്കാവൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതിപ്പോൾ നല്ല തണുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബ്രൗണി തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബ്രൗണി തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ്, നട്ട്സ് അതൊക്കെ ഇട്ട് കൊടുത്തും തയ്യാറാക്കാം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ബ്രൗണി തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഓരോ അളവുണ്ടല്ലോ, നമുക്ക് ആ ഒരു ബ്രൗണിയുടെ അളവിൽ. ഇപ്പം ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പതുക്കെ നമുക്ക് കത്തി ഉപയോഗിച്ച് പയ്യെ ഒന്ന് നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അതവിടെ 4 ഇതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തിരിച്ചു അതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം എന്താ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇത്രയും കട്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ മതി കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോഴും. ഈ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കഴിക്കുമ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഇതും കൂടെ കാണും. നിങ്ങൾക്ക് നിറയെ നട്ട്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടാം കേട്ടോ ഇനി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബ്രൗണിയൊക്കെ തയ്യാറാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ അളവിൽ തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇത് 500 ഗ്രാമിൻ്റെ അളവിലാണ് നമ്മൾ തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡബിളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 കിലോ ഇതിലായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം. വീഡിയോ ഫുള്ള് കാണണേ എല്ലാവരും.